കൊനിച്ചിവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ സൺഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു ലിപ് ബാമൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ട്രൈപോഡ് എടുക്കുന്നുണ്ട്. നമ്മൾ റൂമിലേക്ക് വന്നായിരുന്നല്ലോ, അതുകൊണ്ട് മറ്റേ ഡ്രസ്സൊക്കെ മാറാൻ പറ്റി. വേറൊരു പുതിയ ടീഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. ഹോട്ടലിൽ വന്ന് നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 3-4 വ്ളോഗൊക്കെ ഇട്ടല്ലോ, അപ്പോൾ അതിനൊക്കെ സമയം വേണ്ടേ. അപ്പോൾ എന്തായാലും എനിക്ക് 9:30 ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ മിസ്സായി പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റി. നമ്മുടെ യൂട്യൂബ് ഫാമിലി തന്നെ എൻ്റെ ഇങ്ങനത്തെ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഒരു കാരണമായെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ ഫേവറേറ്റ് ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. 1-2-3 ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സെയിം റെസ്റ്റോറൻറ്റ് കയറേണ്ട, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പം രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഈ സിഗ്നലിൻ്റെ അവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു തണലും പച്ചപ്പൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പയ്യെ കയറി നിൽക്കും. സിഗ്നൽ വരുമ്പോഴത്തേക്കും പോകണ്ടോ, അവിടെ കണ്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വലിയൊരു സിഗ്നലാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ നേരെ കണ്ടോ ഒരു ചെറിയൊരു അതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. അപ്പം ചെറിയൊരു പോലീസ് സ്റ്റേഷനാണത്, മെയിൻ പോലീസ് സ്റ്റേഷനൊന്നുമല്ല. ഷിഞ്ചുക്കുയിൽ തന്നെ വേറെയും പോലീസ് സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. ഇതൊരു കുഞ്ഞൊരു പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ അകത്തൊരു പോലീസ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ചില സ്ഥലങ്ങളിലൊന്നും കുഞ്ഞു സീബ്ര അവിടെയൊന്നും സിഗ്നൽ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇതും ക്രോസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. 2 പേര് ബൈക്കിൽ പോകുന്നുണ്ട്. ഇവിടെ ബൈക്ക് എന്നാണ് കേട്ടോ പറയുന്നത്, സൈക്കിളിൽ നിന്ന്. ഇവിടെയുള്ള എല്ലാവരും തന്നെ ബൈക്ക് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോവാണ്. നേരെ കാണുന്നില്ലേ, അപ്പോൾ ഈ ആദ്യം കാണുന്നതാണ് നമ്മൾ സുത്താമേശി ഫേവറേറ്റ് ഫുഡൊക്കെ കഴിച്ച റെസ്റ്റോറൻറ്റ്. അതിൻ്റെ അപ്പുറം തന്നെ ഈ കാണുന്നുണ്ടോ, ഇതാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. ഇംഗ്ലീഷ് മെനു അവൈലബിൾ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു തവണ ഇവിടെ കയറിയിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. മെയിനായിട്ട് ഞാൻ മറ്റേ റെസ്റ്റോറൻറ്റ് തന്നെയാണ് എപ്പോഴും കയറുന്നത്, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അത് തുറക്കുന്ന വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. നമ്മൾ 9:30 കഴിഞ്ഞിട്ടാണ്, 10:45 ആയപ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പം ഇത് ക്ലോസ്ഡ് ആയിരുന്നു. 11 മണിക്കാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് തുറക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ട ഫുള്ള് വലിയ ബിൽഡിങ്ങുകളാണ്. അവിടെ ആളുകൾ താമസിക്കുകയാണെങ്കിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ഈ താഴെ മാത്രം കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെ വണ്ടികളെല്ലാം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ തുറക്കുന്നവരെ. അങ്ങനെ 11 മണിയായപ്പോൾ തുറന്ന് വലതുകാൽ വെച്ച് ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് കയറാൻ പോകുന്നത്. അങ്ങനെ കയറി. ജാപ്പനീസ് അല്ല, വേറെ ആരൊക്കെയോ സ്റ്റാഫൊക്കെ ആയിട്ടുണ്ട്, വേറെ രാജ്യക്കാരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും കയറിയപ്പോൾ തന്നെ അവർ വെള്ളമൊക്കെ കൊണ്ടെത്തുന്നു, ഐസിട്ട വെള്ളം, അതാണല്ലോ ഇവിടുത്തെ മെയിൻ. അപ്പോൾ അത് കൊണ്ടെത്തുന്നു. പിന്നെ മെനു ഉണ്ടായിരുന്നു, മെനു നമ്മൾ ഓർഡർ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ 1 എന്നുള്ള ഇതിൽ ഞെക്കിയില്ല, അത് നമ്പർ ഓഫ് പേഴ്സൺ ആണ് കേട്ടോ, എത്ര പേരാണെന്നാണ്. അത് ഞെക്കി. പിന്നെ ഇംഗ്ലീഷ് മെനു എടുത്തു. അപ്പോൾ അതിൻ്റെ അകത്തെ ഇൻസ്ട്രക്ഷൻസൊക്കെ നോക്കിയിട്ട് നോമിമോൺ, അതായത് കുടിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ ആൽക്കഹോൾ ഇല്ല അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യോസ, അതിങ്ങനെ സൈഡ് ഡിഷുകൾ, സലാഡുകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് കരാഗെ ചിക്കൻ പ്രോട്ടീനാണല്ലോ, അപ്പോൾ പ്രോട്ടീൻ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചിക്കൻ റൈസ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിരുന്നു താല്പര്യം. ഒരു ചോറ് കഴിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ. അപ്പോൾ ഈ ഒരു കോംബോ ഞാൻ എടുത്തു കേട്ടോ. ചിക്കനും കുറച്ച് റൈസും, ഒരു ബൗളിൽ കുറച്ച് റൈസും, പിന്നെ ഒരു ചെറിയ സാലഡും, പിന്നെ അതിൻ്റെ കൂടെ ഗ്യോസ ഉണ്ടായിരുന്നു. ഗ്യോസ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ്. ഞാൻ അങ്ങനെ 1-2 തവണ ജപ്പാനിൽ വെച്ച് കഴിച്ചിട്ടുള്ളൂ. അതും ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ച് കഴിച്ചല്ല, ആരെങ്കിലും കൂടെ പോയപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചിട്ടുള്ള, അല്ലാതെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ളൊരു സാധനമല്ല അത്. പക്ഷേ ഈ കോംബോയിൽ അതുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ മേടിച്ചു. എന്നാലും കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും വയറൊന്നും അറിയില്ല. പിന്നെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ കാര്യം മറന്നുപോയി. മെയിൻ ഹീറോ സൂപ്പാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആദ്യമേ ഞാൻ വന്നെങ്കിലും അതിട്ട് പിന്നെയും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷേ എനിക്ക് 3ാമതൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ വന്നത്. ഇതിപ്പോൾ മറ്റേതൊക്കെ ചിലപ്പോൾ രാമേനോ സൂപ്പ് അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. സാധനങ്ങളൊക്കെ വന്നു. ചിക്കൻ്റെ സൈസ് കണ്ടപ്പോൾ തന്നെ ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് തകതേയ് പാടേണ്ട വരുന്നത് എനിക്കറിയായിരുന്നു കേട്ടോ. പിന്നെ ഗ്യോസ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ നല്ല ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഒരു ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരുപാട് ഗ്യോസയൊന്നും ഞാൻ പല ടൈപ്പൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. കുഴപ്പമില്ല, ഓക്കെ എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഭയങ്കര ആഗ്രഹത്തോടെ ഞാൻ മേടിച്ച് കഴിക്കുന്നതല്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ അങ്ങനെ നോക്കാറൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല അപ്പം തന്നെ ഉണ്ടാക്കി എടുത്താന്ന് തോന്നുന്നു. ഇത് ആവിയിലെങ്ങാണ്ട് വെച്ചല്ലേ ഉണ്ടാക്കണം, ഈ നിറച്ചിട്ട് അങ്ങനെ എന്തൊരു സാധനമാണ്. അപ്പോൾ അത് കഴിച്ചു. അതൊരു 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം വിചാരിച്ചു അത് തന്നെ കഴിച്ച് തീർത്തേക്കാം. പിന്നെ എനിക്ക് മെയിനായിട്ട് ചിക്കനും
ചോറുമായിരുന്നു എൻ്റെ മെയിൻ ഉന്നം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തീർത്ത് വെച്ചിട്ട് സമാധാനമായിട്ട് അതങ്ങ് കഴിക്കാം, അതങ്ങ് അവിടെ കിടന്നോളൂല്ലോ, വയറ്റിൽ കിടന്നോളൂല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അങ്ങനെ ഗ്യോസ ഓരോന്നോരോന്നായിട്ട് തട്ടി വന്നപ്പോഴേക്കും അത്യാവശ്യം ഒരു 6 എണ്ണം ഉണ്ടായിരുന്നല്ലോ, നന്നായിട്ട് വയറും നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സൂപ്പ് പിന്നെ ലാസ്റ്റ് കുടിക്കാം. സൂപ്പ് ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ലാസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. 2 എണ്ണം മറ്റേ ഇണക്കുരുവികളെ പോലെ പിടിച്ചിരിക്കുമായിരുന്നു. അതിൽ നിന്ന് പറ്റിപ്പിടിച്ച് എടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ചോപ്സ്റ്റിക്ക് കൊണ്ടുള്ള അഭ്യാസമായിരുന്നു മിക്കവാറും. ഇങ്ങനത്തെ ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ചോപ്സ്റ്റിക്ക് കൊണ്ടുള്ള അഭ്യാസങ്ങളായിരിക്കും കൂടുതൽ അവിടെ നടക്കുന്നത്. ഞാൻ പിന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് വെച്ചും ഇങ്ങോട്ട് വെച്ചും ആൾക്കാരൊക്കെ അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റൈസ് കഴിക്കാനായിട്ട് തുടങ്ങി. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ റൈസ് എങ്ങനെയാണ് ആ ചോപ്സ്റ്റിക്ക് കൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. സിമ്പിളാണ് കേട്ടോ, കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന സ്റ്റിക്കി റൈസ് അല്ലേ, അപ്പം അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഓൾറെഡി ഇരിക്കുമായിരിക്കും. അത് കുത്തി പിടിച്ച് അല്ലെങ്കിൽ അത് ഇങ്ങനെ 2 ചോപ്സ്റ്റിക്ക് കൂടി അടുപ്പിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻ കൊടുക്കാതിരുന്നാൽ മതി. നമുക്ക് സ്പൂണ് പോലെ വേണമെങ്കിൽ ഇങ്ങനെ ചുമ്മാ കോരി എടുക്കാം, ചോറ് അങ്ങനെ തന്നെ ഇരുന്നോളൂ. കണ്ടോ, സ്പൂണ് പോലെ ഞാൻ ഇങ്ങനെ എടുത്തതല്ലേ. അപ്പോൾ അല്ലാതെ ഇങ്ങനെ പ്ലക്കർ പോലെ അങ്ങനത്തെ രീതിയിലും എടുക്കാം, ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് പഠിക്കും. അപ്പോൾ എനിക്കും ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഇത് കണ്ടോ, വലിയ പീസാണ് ഈ ചിക്കൻ. ഞാൻ നോക്കുകയാണ് ഏതാ ഏറ്റവും ചെറുത്, എങ്ങനെ എടുക്കുക എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. അങ്ങനെ തന്നെ കുറേ നീണ്ടുപോയിട്ട് ഞാൻ പിന്നെ ആ സൈഡിൽ കിടന്ന കുറച്ച് സാലഡ് എടുത്ത് അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇത് ജാപ്പനീസ് ഒക്കെ ഫുഡ് കഴിക്കുന്ന പോലത്തെ ട്രഡീഷണൽ രീതിയാണെന്നും ആരും വിചാരിക്കരുത്. സാലഡ് എടുത്ത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും അല്ലാട്ടോ കഴിക്കണ്ടേ. കാരണം ഇങ്ങനെ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഇത് കുത്തി ഇളക്കാനോ ചോപ്സ്റ്റിക്ക് നക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ചോപ്സ്റ്റിക്ക് കൊണ്ട് ഫുഡ് ഇതെടുത്ത് കഴിക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ ചോറിൽ കുത്തി വയ്ക്കാനോ അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കണം. പിന്നെ വലിയ പീസ് ചിക്കൻ ഞാൻ അവർക്ക് താഴെ പോവുമായിരിക്കുന്നു. പക്ഷേ നമ്മൾ പഴയ ചോപ്സ്റ്റിക്കിൻ്റെ പ്രോയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ആ ഒരു നാക്ക് തിരിച്ച് കിട്ടി. അങ്ങനെ കഴിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല 3 വലിയ പീസായിരുന്നു കേട്ടോ. നല്ല കരാഗെ ചിക്കൻ, അതൊരു നല്ല ടേസ്റ്റായതിന്. അപ്പം ഇങ്ങനെ നല്ല മുരമുരാന്നിരിക്കും. നമ്മുടെ മറ്റേ KFCയിലെ ചിക്കൻ പോലെയല്ല, KFCയിലെ ചിക്കൻ പോലെയല്ല, വേറൊരു ഫ്ലേവറും വേറൊരു രുചിയും തന്നെയാണ്. എന്നാലും കണ്ടു ചോപ്സ്റ്റിക്ക് കൊണ്ടുള്ള ചാടി ഇത് ബൗളിലേക്ക് ചാടി, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കരാഗെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാനാച്ചിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെയാണ് കരാഗെ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ റൈസ് എല്ലാം കഴിച്ച് തീർക്കുവാണ്. അങ്ങനെ ഓരോന്നായിട്ട് കഴിച്ച് തീർക്കുവാണ്. ചിക്കൻ ലാസ്റ്റ് 2 പീസ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി റൈസും കാര്യങ്ങളെല്ലാം തീർന്നു. ഇനി ചിക്കനും സൂപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ചുമ്മാ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, ചോറ് കൂട്ടാതെ. അപ്പം ബാക്കി കുറച്ചല്ലായിരുന്നുണ്ടല്ലോ, ആ ബൗളിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കഴിച്ച് തീർത്തായിരുന്നു. ചിക്കനും കഴിച്ച് തീർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടെല്ലാം തീർത്തു. ഇനി സൂപ്പിൻ്റെ വരവാണ്. അപ്പോൾ ലാസ്റ്റ് ഇച്ചിരി സൂപ്പ് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ലാസ്റ്റ് സൂപ്പ് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ വമ്പം പണിയായി പോയിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത്, ബാംബു ബോയ്സിൽ ക്ലോസറ്റിൽ നിന്ന് ഇതെടുത്ത് കുടിക്കില്ലേ, അയ്യോ ഭയങ്കരമായിരുന്നു. എനിക്കിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് പോകണം, ഇച്ചിരിയെങ്കിലും കുടിച്ചില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് മനസ്സിന് ഒരു ഇത് വരില്ലേ, അയ്യോ നോക്കിയില്ല എന്ന്. അപ്പോൾ എനിക്കെന്തൊരു സ്മെല്ലാണോ എന്തോ, മറ്റേ ബാംബു ബോയ്സ് ടിങ് എന്നാ വെള്ളം എടുത്ത് കുടിക്കണം അങ്ങനത്തെ പോലെ തോന്നി. എനിക്കെന്തോ ഒരു ഇത് തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാനത് ഫുള്ള് കുടിച്ചില്ല, കുറച്ചവിടെ ഞാൻ വെച്ചു. എനിക്കെന്തോ പിന്നെ ആയപ്പോഴത്തേക്കും അയ്യേ എന്നുള്ളൊരു ഫീല് വന്നു. അപ്പം പിന്നെ ഞാനവിടെ വെച്ചു. പക്ഷേ ഇവരുടെ സൂപ്പ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മിസോ സൂപ്പൊക്കെ നല്ല സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതായിരുന്നു നമ്മുടെ ക്യാമറമാൻ, സെൽഫി സ്റ്റിക്ക് കുഞ്ഞിത് ടേബിളിലൊക്കെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാനുള്ള കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പ്രൊഡക്റ്റ്. അപ്പം അങ്ങനെയല്ല, അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് എഴുന്നേക്കുവാണ്. നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തു. ബില്ല് നമുക്ക് മെഷീൻ അല്ലായിരുന്നു കേട്ടോ, കയ്യിലായിരുന്നു പൈസ കൊടുക്കണ്ടേ. ബോക്സിൽ വെച്ച് കൊടുത്താൽ മതിയായിരുന്നു, അത് കൊടുത്തു. നമ്മുടെ തൊട്ടപ്പുറത്തെ സീറ്റിലിരുന്ന് ഫുഡ് കഴിച്ച അമ്മയും മോനുമാണ് കേട്ടോ ഇപ്പുറത്ത് നിന്നിരുന്ന്. നമ്മളിപ്പോൾ ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ ആ സൈഡിൽ കാണാം. അപ്പോൾ അവരും കഴിച്ചിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പം ഇപ്പായി ഒരുപാട് ഞാൻ കഴിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവർ കഴിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പോവാണ്. വെയിലിനൊരു കുറവില്ല കേട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കും. പിന്നെ വീഡിയോസൊക്കെ ചെയ്യാനുള്ളത്, എഡിറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതുപോലൊരു ഹോട്ടൽ വൗച്ചറായിട്ട് ബുക്ക് ചെയ്ത് അയച്ചു തന്നത് ഭയങ്കര സന്തോഷമായിട്ട്, ഭയങ്കര ഒരു വലിയൊരു കാര്യമായതുകൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഇനിയത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോസൊക്കെ കണ്ടതും നമ്മളിപ്പോൾ 4 വ്ളോഗ് ഇട്ടല്ലോ, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. വർഷങ്ങളായിട്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പോവാണ്. ക്യോത്തോയിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.